അതെ, ഒരു മാലിന്യം വലിച്ചെറിഞ്ഞതിന്റെ പരാതി ഉണ്ടോ തീർപ്പാക്കാനാണ്. മെമ്പർ അയ്യോ, മെമ്പർ ഉണ്ട് അവിടെ. ഭാഗ്യ മെമ്പറാ. ഞാൻ മെമ്പറെ, ഞാനൊരു കുടുക്കത്ത് പെട്ടിരിക്കുക മെമ്പറെ. എന്താ? ഏതോ ഒരു കുരുത്തം കെട്ടാൻ 2500 ഉറുപ്പ്യ കിട്ടുമെന്നും പറഞ്ഞിട്ട് പൊതുസ്ഥലത്ത് ഞാൻ മൂത്രം ഒഴിക്കുന്നത് കണ്ടിട്ട് മാലിന്യം നിക്ഷേപിക്കുമെന്നും പറഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുത്തേക്കണ ഇവിടെ. പുള്ളി നിരപരാധിയാണ്. അത് പച്ചക്കറി കിറ്റായിരുന്നു, മൂത്രമൊഴിക്കാൻ പോയാന്നൊക്കെയാണ് പറഞ്ഞു തന്നേക്കണത്. അപ്പൊ അന്ന് ഈ സംഭവം നടക്കുമ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്നത് ശീതളന. ഇയാളാണ് സാക്ഷി പറയുന്നത്? അതെ, ഇയാളുണ്ടായിരുന്ന അന്ന്. മൂപ്പർക്ക് അറിയാം എന്റെ കിറ്റിൽ എന്തായിരുന്നു, ഞാൻ അവിടെ എന്താ ചെയ്തതെന്നൊക്കെ അറിയാം. അപ്പൊ അത് സാർ എന്നെ, ഞാൻ നിരപരാധിയാണ്, എന്നെ വിടണം. അതെ, ഇദ്ദേഹം കൊണ്ടുപോയ കിറ്റില് പച്ചക്കറിയാണെന്ന് നിങ്ങൾ കണ്ടെന്ന് ഇവിടെ ഒരു സാക്ഷ്യപത്രം എഴുതി തന്നാൽ നമുക്ക് ഇയാളെ ഒഴിവാക്കാം. അല്ല, ഞാൻ കണ്ടത് ഞാൻ പറഞ്ഞല്ലോ, ക്യാരറ്റ് എടുത്ത് തിന്നില്ലേ? ഒരു ഇങ്ങനെ കിറ്റായിട്ട് ഇങ്ങനെ വന്നിട്ട് അപ്പൊ ഞാനൊരു ക്യാരറ്റ് എടുത്തു അപ്പൊ സുഖമായിട്ടും പറഞ്ഞു. അപ്പൊ ഇത് ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ല. എന്നിട്ട് ആ ദിവസം ഇയാളുടെ കൂടെ പോയപ്പോ ആ പ്ലാസ്റ്റിക് കിറ്റില് പച്ചക്കറിയാണെന്ന് നിങ്ങൾ കണ്ടോ? കണ്ടില്ലേ? അതിന് ക്യാരറ്റ് കണ്ടോ? കണ്ടില്ലേ? ക്യാരറ്റ് എടുത്തു. അത് പച്ചക്കറിയല്ലേ? അപ്പൊ പച്ചക്കറി ആവൂലേ? ക്യാരറ്റ് പച്ചക്കറി അല്ലേ? പിന്നെന്താ? അതെ, പച്ചക്കറി തന്നെ. അല്ലാതെ നിങ്ങൾ പറയണ എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. ഈ പരാതി നമുക്ക് അങ്ങനെ തീർപ്പേൽപ്പിക്കാൻ പറ്റില്ല. പരാതിക്കാരൻ സ്ട്രോങ് ആണ്. ഉണ്ടായത് സത്യല്ലെന്ന് ചോദിച്ചോ. പുള്ളി എഴുതി തരട്ടെ, നമുക്കിത് ഒഴിവാക്കാം. അപ്പൊ അത് കറക്റ്റ് അല്ലേ? തരാൻ പറ്റുമോ? ഞാൻ കിറ്റായിട്ട് പോയില്ലേ? അപ്പൊ കറക്റ്റ് അല്ലേ സാറേ? പിന്നെ കറക്റ്റ് അല്ലേ? അല്ലേന്ന് എന്നോടാ നിങ്ങൾ ഉറപ്പിച്ച് പറയണം. നിങ്ങൾ പറയണം. ഞങ്ങള് എന്താ പറയണ്ടേ? ക്യാരറ്റ് എടുത്തുന്നത് പച്ചക്കറി ആയിരുന്നില്ലേ? നമ്മുടെ ഈ പരാതിയിൽ പറഞ്ഞ 19-ാം തീയതി ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായ കിറ്റില് പച്ചക്കറിയാണെന്നും ഈ പരാതി ആരോ വ്യാജമായിട്ട് തന്നതാണെന്നും നിങ്ങൾ നേരിട്ട് കണ്ടതാണെന്നും സാക്ഷ്യപ്പെടുത്തി തരണം. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആവും. കറക്റ്റാണേ. സത്യം മെമ്പറേ, ഇതിപ്പോ പച്ചക്കറി കിറ്റാണെന്ന് തെളിഞ്ഞ സ്ഥിതിക്കും അദ്ദേഹം മൂത്രം ഒഴിക്കാൻ പോയത് ഇയാൾ കണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്കും നമുക്കിത് ഒഴിവാക്കാം അല്ലേ? അപ്പൊ ഇനി കുഴപ്പമില്ല അല്ലേ സാറേ? അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ എഴുതാ ഞാൻ. ഞങ്ങള് പോകും. എനിക്കെതിരെ കംപ്ലൈന്റ് ഒന്നും ഇല്ല. ഇല്ല, ഒന്നുമില്ല. അത് ഒഴിവാക്കാം. വ്യാജ പരാതിയാണ്. പൊക്കോട്ടെ. അപ്പൊ കുഴപ്പമില്ല. ശരി 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 ശരി. അതെ, ഇയാളിങ്ങോട്ട് വന്നേ. സുധാരണല്ല നിങ്ങള് ഇങ്ങോട്ട് പോവാ. സുഖമായിട്ടും പോക്കോ. ഞാൻ പുറത്ത് നിൽക്കാം. ഞാൻ പോയിട്ട് വന്നാ ഇല്ല, വന്നിട്ട് പോയിക്കോ. മെമ്പർ അറിയൂലേ? അറിയോ? സുഗതനെതിരെ ഫോട്ടോ എടുത്ത് പരാതി തന്നിട്ടുള്ള ഇയാളാണ്. ആണോ? എന്നിട്ട് ഇയാളിപ്പോ പറഞ്ഞത് കേട്ടില്ലേ? അയാളുടെ പച്ചക്കറി ആയിരുന്നു കിറ്റില് മൂത്രമൊഴിക്കാൻ പോയാണെന്ന്. എന്താ ഇയാളെയൊക്കെ ചെയ്യേണ്ടത്? എന്ത്? അല്ല, അപ്പൊ ഒരു ബെസ്റ്റാന്ന് തോന്നിപ്പോയ ഒരു ആര്? ഞങ്ങളാ? അല്ല, അതെ, ഈ സർക്കാർ സംവിധാനങ്ങൾ നിങ്ങൾക്ക് പിള്ളേര് കളിക്കാനിരിക്കണല്ല. ഇപ്പൊ ഈ മാലിന്യം വലിച്ചെറിയണതിന് പരാതി തന്നാല് 2500 തരണത് പോലെ വേണ്ട, എനിക്ക് വേണ്ടത് സാറേ. തരാനല്ല, അല്ല, എനിക്ക് വേണ്ട. വ്യാജ പരാതി കൊണ്ടുവന്ന് തരണവർക്കെതിരെ ശിക്ഷാ നടപടി ഉണ്ട്. അതറിയോ അതെനിക്ക്? അയ്യോ സാറേ, ഞാൻ കാശ് പിടിച്ചിട്ടില്ലല്ലോ. എന്താ മെമ്പറുകളൊക്കെ ഞാൻ കാശ് പിടിച്ചിട്ടില്ല, എനിക്ക് കാശ് വേണ്ട. ഞാൻ അതെ, മേലെ ഈ വക പരിപാടികൾ ചെയ്യരുത്. ചെയ്യാൻ പാടില്ലേ? വളരെ മോശല്ലേ? മോശം അല്ലേ? ഞാൻ പോട്ടെ. അതാ പോക്കോ. ചെല്ലുന്നു. പൈസ വേണ്ട കേട്ടോ, ഒന്നും വേണ്ട. അല്ല, കുറച്ച് കൊണ്ടുപോക്കോ. ഇവിടെ ഇരിക്കേണ്ട ഇഷ്ടം പൈസ വേണ്ട. എന്തൊരു നാടാണ് മെമ്പർ നിങ്ങളെ. മാലിന്യമല്ല നമുക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കേണ്ടത്, ഈ ജാതി വൃത്തികെട്ട മാലിന്യങ്ങളായിരുന്നു. എന്റെ സെക്രട്ടറി, ഇത് ആര് കൊണ്ടുവന്ന നിയമമാണിത്? ഈ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കുന്നുള്ളത്? മെമ്പറെ, അതൊക്കെ നമ്മുടെ സർക്കാരിന്റെ ഒരു പുതിയ ഭരണപരിഷ്കാരമല്ലേ, നമ്മളത് നടപ്പാക്കിയല്ലേ പറ്റുള്ളൂ. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. അതായത് ഈ ആളുകൾ കളയുന്ന ഈ മാലിന്യങ്ങൾ ഉണ്ടല്ലോ, ഈ മാലിന്യങ്ങൾ മുഴുവനെ നമ്മുടെ ഹരിതകർമ്മ സേനയുടെ ഡംപിങ് ഗ്രൗണ്ടിൽ, അങ്ങനെ ആ ഡംപ് ചെയ്യുന്ന ഗ്രൗണ്ടിൽ കൊണ്ടുവന്നിട്ട് ആളുകൾ കൊടുക്കട്ടെ എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്ന ആളുകൾക്ക് അളവിന് ഇവരെത്ര കണ്ട് മാലിന്യം കൊണ്ടുവരുന്നുണ്ടോ ആ അളവിന് കണക്കാക്കിയിട്ട് ഒരു നിശ്ചിത സംഖ്യ ഇവർക്ക് കൊടുക്കാമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആളുകൾ വേറെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മാലിന്യം ഇടില്ല, എല്ലാം ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കും. മാത്രമല്ല, സർക്കാരിന് കുറച്ച് പൈസ നഷ്ടം വരും, പക്ഷെ എന്നാലും അതൊരു വലിയ ലാഭമാണ്. അത് നല്ല ഐഡിയ ഉണ്ട് മെമ്പറെ. അല്ലേ? പിന്നെ ഈ മാലിന്യങ്ങൾ കളക്ട് ചെയ്യണ ഗ്രൗണ്ട് ഉണ്ടല്ലോ, അതിന്റെ ചുറ്റൂറും ക്യാമറ വെക്കേണ്ടി വരും. അതെന്തിനാണ്? ഇല്ലെങ്കിൽ രാത്രി ആളുകൾ വന്നിട്ട് ഈ മാലിന്യം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് വീണ്ടും ഇവിടെ തന്നെ കൊണ്ടുവന്ന് വിറ്റിട്ട് ആ പൈസ എടുക്കും. ആ പൈസ അടിച്ചു മാറ്റും. അത് മാറ്റും. കാരണം ഈ ശീതളിനെ പോലുള്ള ആൾക്കാരാ ഒന്നും ചെയ്യിക്കൂലേ.